ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ PSC പ്രിസം എന്ന് പറയുന്ന ഈ ചാനലിലൂടെ കൂടുതലും SCERT ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് വൈസായിട്ടുള്ള LDC ആവട്ടെ, LGS ആവട്ടെ, LPUP ആവട്ടെ, അതുപോലെ HSA ആവട്ടെ, ഏതൊരു സബ്ജക്റ്റിനും ഏതൊരു ടോപ്പിക്ക് വൈസായിട്ടുള്ള അല്ലെങ്കിൽ ഏത് PSC നടത്തുന്ന ഇനി സെക്രട്ടേറിയറ്റ് OA അതുപോലെ ഏത് PSC നടത്തുന്ന ടോപ്പിക്ക് വൈസ് ക്ലാസ്സുകളായാലും അല്ലാതെ വേണമെന്നുള്ള SCERT ക്ലാസ്സുകളായാലും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. പുതിയ സിലബസ് പ്രകാരമുള്ളതും പഴയ സിലബസ് പ്രകാരമുള്ളതുമായ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്. എന്ത് കമൻറ്റുകൾ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അതുപോലെ അഭിപ്രായങ്ങൾ ഒക്കെ പറയാനുള്ളതാണ് കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ SCERT ബയോളജിയിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ 1ാമത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 9ാം ക്ലാസ്സിലെ ബയോളജി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും സോഷ്യൽ സയൻസിൽ ആ ഒരു പാർട്ടായാലും എല്ലാം നല്ല വളരെ ലോങ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം 2 ക്ലാസ്സുകളായിട്ടാണ് ഇട്ടിരിക്കുന്നത്, 2 പാർട്ടുകളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓടിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം ഓരോ സെൻറ്റൻസുകളും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഏത് ഭാഗത്ത് നിന്നാണ് PSC ചോദിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും PSC സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചലനത്തിന് പിന്നിൽ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തിയിട്ട് വന്ന് ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ക്ലാസ്സുകൾ കണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് അസ്ഥിസന്ധികളെക്കുറിച്ചാണ്. നമുക്കറിയാം, അസ്ഥിസന്ധികൾ അഥവാ ജോയിൻറ്റുകൾ, അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. ഇങ്ങനെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലൂടെ ചലനം സുഗമമാകുന്നു. അപ്പോൾ നമ്മുടെ അസ്ഥികളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് സന്ധികൾ വഴിയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് അസ്ഥികൾ സന്ധികൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ ചലനം സുഗമമാക്കുന്നതിന് വേണ്ടി, നമുക്ക് ഓടാനും ചാടാനും നടക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ അസ്ഥികളെ സന്ധികൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നത്. അസ്ഥിസന്ധിക്ക് ചില സവിശേഷതകളുണ്ട്. അപ്പം നമ്മുടെ അസ്ഥിസന്ധിക്ക് ചില സവിശേഷതകളുണ്ട്. ഇവിടെ നമ്മുടെ അസ്ഥിസന്ധിയുടെ ഘടന തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അസ്ഥിസന്ധിയുടെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ അസ്ഥിസന്ധിയുടെ ഘടന എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത് ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ അസ്ഥിയുടെ ഏറ്റവും പുറമേ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ലിഗമെന്റ്. അപ്പോൾ നമ്മൾ ഒന്ന് നടക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കാല് മടങ്ങി വീഴുകയോ ഒന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കാല് വലിയ പ്രശ്നം, വലിയ വേദനയായിരിക്കും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയും എന്താണ്, ലിഗമെന്റ് വലിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കാലിൻ്റെ അല്ലെങ്കിൽ അസ്ഥിയുടെ കാലോ കയ്യോ ഏത് ഭാഗവുമാവാം, നമ്മുടെ അസ്ഥിയുള്ള ഏതൊരു ഭാഗവുമാകാം. അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ലിഗമെന്റ്. ഇനി ഈ ലിഗമെന്റിന് തൊട്ട് ഉള്ളിലായിട്ട് ഒരു ഭാഗമുണ്ട്, അതിന് പറയുന്ന പേരാണ് ക്യാപ്സ്യൂൾ. അപ്പോൾ പുറമേയുള്ള ഭാഗം ലിഗമെന്റ്, അതിന് ഉള്ളിൽ എന്താണ്, ക്യാപ്സ്യൂളാണ്. ഇനി അതിന് ഉള്ളിലായിട്ടാണ് എന്ത് കാണുന്നത്, തരുണാസ്ഥികൾ കാണപ്പെടുന്നത്. അപ്പോൾ ലിഗമെന്റ്, ക്യാപ്സ്യൂള്, തരുണാസ്ഥി. ഇനി തരുണാസ്ഥിയിലെ ഉള്ളിലായിട്ട് സൈനോവിയൽ സ്തരമുണ്ട്, സൈനോവിയൽ സ്തരം. അപ്പോൾ ഇനി ഈ സൈനോവിയൽ സ്തരത്തിനും ഉള്ളിലായിട്ടാണ്
എന്താണ് എന്ത് കാണപ്പെടുന്നത്? ഈ വെള്ളം പോലെ കാണപ്പെടുന്ന ഈ ഒരു റെഡ് കളറിലുള്ള രക്തം പോലെയൊക്കെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ദ്രവമാണ് സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത്. ഇനി ഈ സൈനോവിയൽ ദ്രവത്തിനും ഉള്ളിലായിട്ടാണ് നമുക്ക് എന്തുള്ളത്? ഈ കാണുന്ന അസ്ഥികൾ ഉള്ളത്. അപ്പം ഇതാണ് നമ്മുടെ അസ്ഥിസന്ധിയുടെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ അസ്ഥിസന്ധിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗം ലിഗമെൻ്റ്, അതിന് ഉള്ളിലായി ക്യാപ്സ്യൂൾ, അതിനുള്ളിലായിട്ട് എന്താണ്? തരുണാസ്ഥി ഉണ്ട്, അതിനും ഉള്ളിലായി സൈനോവിയൽ സ്തരം. സൈനോവിയൽ സ്തരത്തിനുള്ളിലായിട്ട് കാണപ്പെടുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. സൈനോവിയൽ ദ്രവത്തിനും ഉള്ളിലായിട്ട് നമ്മുടെ അസ്ഥി കാണപ്പെടുന്നു. രണ്ട് അസ്ഥികളെയും ബന്ധിപ്പിച്ച് ലിഗമെൻറ്റുകൾ കാണപ്പെടുന്നു. അപ്പോൾ നമ്മുടെ രണ്ട് അസ്ഥികളെയും ബന്ധിപ്പിച്ച് കാണപ്പെടുന്ന ആ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് ലിഗമെൻറ്റ് എന്ന്. ഇതിനുള്ളിലായി കാണപ്പെടുന്ന ക്യാപ്സ്യൂൾ അസ്ഥികളുടെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്നു. അപ്പോൾ ലിഗമെൻറ്റുകൾക്ക് ഉള്ളിൽ കാണപ്പെടുന്ന ക്യാപ്സ്യൂൾ എന്ത് ചെയ്യുന്നു? അസ്ഥികളുടെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്നു. ഓരോ അസ്ഥിയുടെയും അഗ്രഭാഗത്തെ പൊതിഞ്ഞ് തരുണാസ്ഥി കാണപ്പെടുന്നു. അപ്പം നമ്മൾ കണ്ടല്ലോ എന്താണ്? അസ്ഥിയുടെ അഗ്രഭാഗത്തായിട്ട് തരുണാസ്ഥി. ഇത് എന്തിനാണ്? അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. അപ്പം നമ്മുടെ അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നത് ആരാ? അതാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. ഇനി സന്ധിയിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണുന്ന ദ്രവം നമ്മൾ പറഞ്ഞു, ആ ദ്രവമാണ് സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത്. ഇതും എന്താണ്? അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ സൈനോവിയൽ ദ്രവവും തരുണാസ്ഥിയും എന്താണ് അവയുടെ ധർമ്മം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു ഇവ രണ്ടും. സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരത്തിലെ സൈനോവിയൽ കോശങ്ങളാണ്. അപ്പോൾ സൈനോവിയൽ സ്തരത്തിനുള്ളിലാണ് സൈനോവിയൽ ദ്രവം എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇനി ആ സൈനോവിയൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? അത് സൈനോവിയൽ കോശങ്ങളാണ്. ശരീരത്തിലെ എല്ലാ അസ്ഥികളും ഒരുപോലെയാണോ? അപ്പം നമുക്കറിയാം ശരീരത്തിലെ എല്ലാ അസ്ഥികളും ഒരുപോലെ അല്ല. ധർമ്മമനുസരിച്ച് അസ്ഥിസന്ധികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് എന്താണ്? വിവിധ തരം അസ്ഥിസന്ധികളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള അസ്ഥിസന്ധികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? സന്ധികളുടെ പേര്, അതിൻ്റെ സവിശേഷത, അതിൻ്റെ സ്ഥാനം. അപ്പോൾ സന്ധികളുടെ പേര് തന്നിട്ടുണ്ട്, അതിൻ്റെ സവിശേഷത, സ്ഥാനം ഇത് നമ്മൾ കണ്ടെത്താനായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഗോളരസന്ധി, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് നമ്മൾ പറയും. അതാണ് ഗോളരസന്ധി. അപ്പോൾ എന്താണ് ഈ ഗോളരസന്ധിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ? ഗോളരസന്ധി എന്ന് പറയുമ്പം ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം കപ്പ് പോലുള്ള കുഴിയിൽ ഉറപ്പിച്ചിരിക്കുന്ന സന്ധിയാണ് ഗോളരസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് എന്ത്? നമ്മുടെ ഗോളരസന്ധി. അപ്പോൾ ഇവിടെ ഒരു ബോൾ പോലുള്ള ഭാഗം എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ ഗോളാകൃതിയിലുള്ള ഈ ഒരു അഗ്രഭാഗം എന്ത് ചെയ്യുന്നു? കപ്പ് പോലുള്ള, ഇതാണ് ഈ കപ്പ്, കണ്ടില്ലേ? കപ്പ് പോലുള്ള ഒരു കുഴിയിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഉറപ്പിച്ചിരിക്കുന്നു. അപ്പം ഈ സന്ധിക്ക് പറയുന്ന പേരാണ് എന്ത്? ഗോളരസന്ധി. ഇനി ഈ ഗോളരസന്ധിയുടെ സ്ഥാനം എവിടെയാണ്? എന്താണ് ഗോളരസന്ധിയുടെ സ്ഥാനം? എവിടെയാണ്? തോൾ വലയം. നമുക്കറിയാം, ഇത് കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ തോളിലായിട്ടാണ് ഈ സന്ധി ഉള്ളത്. തോൾ വലയം ഭുജാസ്ഥിയുമായി ചേരുന്ന ആ ഒരു ഭാഗം, ഇതാണ് നമ്മുടെ തോൾ വലയം. ഇതാണ് നമ്മുടെ തോൾ വലയം. അപ്പോൾ ഇതാണ് കയ്യിലെ അസ്ഥി. അപ്പോൾ ഈ ഭുജാസ്ഥി, തോൾ വലയം ഭുജാസ്ഥിയുമായി ചേരുന്ന ആ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന സന്ധിയാണ് ഇത് ഗോളരസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തെ സന്ധിയിലേക്ക് പോവുകയാണ്. അപ്പം എന്താണ്? വിജാഗിരി സന്ധിയാണ് രണ്ടാമത്തെ സന്ധി. ഹിഞ്ച് ജോയിൻ്റ് അല്ലെങ്കിൽ വിജാഗിരി സന്ധി എന്ന് നമ്മൾ പറയും. വിജാഗിരി പോലെ
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, സവിശേഷത എന്താണ്? ബിജാഗരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാക്കുന്ന സന്ധിയാണ് ഏത്? ബിജാഗരി സന്ധി. അപ്പോൾ ബിജാഗരി എന്ന് പറഞ്ഞാൽ കതവിലിപ്പോൾ ഇങ്ങനെ ഒരു വിജാഗരിയുണ്ട്, ഇങ്ങനെ ഒരു വിജാഗരിയുണ്ട്. അത് മുകളിലോട്ടോ താഴോട്ടോ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ബിജാഗരി സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ബിജാഗരി സന്ധി എവിടെയാണ്? ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാക്കുന്ന സന്ധിയാണ് ബിജാഗരി സന്ധി എന്നതാണ് അതിൻ്റെ സവിശേഷത. ഇനി ഇതിൻ്റെ സ്ഥാനം എവിടെയാണ്? ഈ ബിജാഗരി സന്ധി കാണപ്പെടുന്നത് നമ്മുടെ കൈമുട്ട് അതുപോലെ കാൽമുട്ട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധിയാണ് ബിജാഗരി സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈമുട്ടും കാൽമുട്ടും ഒക്കെ എന്താണ്? ഒരേ സ്ഥലത്താണ്, ഒരേ സ്ഥലത്തേക്കുള്ള ചലനം മാത്രം, ഒരു വശത്തേക്കുള്ള ചലനം മാത്രമാണ് അവിടെ സാധ്യമാകുന്നത്. അപ്പോൾ കൈമുട്ട് കാൽമുട്ട് എന്നിവിടങ്ങളിലെ സന്ധിയാണ് ഏത്? ബിജാഗരി സന്ധി. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയുന്നു എന്താണ്? നമ്മുടെ മൂന്നാമത്തെ സന്ധിയാണ് പിവോട്ട് ജോയിൻ്റ് അല്ലെങ്കിൽ കീലസന്ധി എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ കീലസന്ധി എന്ന് പറഞ്ഞാൽ? കീലസന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സവിശേഷത നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താ? നാനാവശത്തേക്ക് തിരിക്കാൻ കഴിയുന്ന സന്ധിയാണ് കീലസന്ധി. അപ്പോൾ ഇതാണ് നമ്മുടെ കീലസന്ധി എന്ന് പറയുന്നത്. ഇത് നമുക്ക് നാനാവശത്തിലോട്ടും എന്ത് ചെയ്യാൻ പറ്റും? തിരിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എവിടെയാണ് നാനാവശത്തേക്കും തിരിക്കാൻ പറ്റുന്ന ഒരു സന്ധിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കീലസന്ധി എന്ന് പറയുന്നത്. ഇനി കീലസന്ധിയുടെ സ്ഥാനം എവിടെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. കീലസന്ധി നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ കീലസന്ധി കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നാനാവശത്തേക്കും ആ ഭാഗം തിരിക്കാൻ കഴിയുന്നത്. അപ്പം കീലസന്ധി എവിടെയാ? നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്താണ് കീലസന്ധി ഉള്ളത്. അതാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. സവിശേഷത നമ്മൾ പറഞ്ഞു, നാനാവശത്തേക്കും തിരിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ സവിശേഷത. ഇനി അടുത്ത സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. ഈ തെന്നി നീങ്ങുന്ന സന്ധിയുടെ പ്രത്യേകത എന്താണ്? തെന്നി നീങ്ങുന്ന സന്ധിയുടെ സവിശേഷത അസ്ഥിയുടെ അഗ്രങ്ങൾ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധിയാണ് നമ്മുടെ തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെന്നി നീങ്ങുന്ന സന്ധിയുടെ അസ്ഥിയുടെ അഗ്രഭാഗം എന്ത് ചെയ്യുന്നു? തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധി ആയതുകൊണ്ട് അതിനെ നമ്മൾ തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്നു. ഈ തെന്നി നീങ്ങുന്ന സന്ധി കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? നമ്മുടെ കൈക്കുഴ അതുപോലെ നമ്മുടെ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി അഥവാ എന്താണ് നമ്മുടെ ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ തെന്നി നീങ്ങുന്ന സന്ധി. അപ്പോൾ നമ്മുടെ വിവിധ തരം അസ്ഥിസന്ധികൾ ഏതെന്ന് നമ്മൾ പഠിച്ചു. ഇനി ശരീര വളർച്ചയും അസ്ഥികളുടെ വികാസവുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുട്ടിക്കാലത്തിലെയും കൗമാരത്തിലെയും വളർച്ച അസ്ഥി വ്യവസ്ഥയുടെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസ്ഥികളിൽ കാൽസ്യം എത്തിച്ചേരേണ്ടത് അസ്ഥികളുടെ കാഠിന്യവും ശക്തിയും ഉറപ്പുവരുത്താൻ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ പറയും കാൽസ്യത്തിൻ്റെ ആവശ്യം എന്തിനാണ്? നമ്മുടെ എല്ലും പല്ലുമൊക്കെ ശക്തിപ്പെടുത്തുന്നത് ആരാ? ഈ കാൽസ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ അസ്ഥികളുടെ കാഠിന്യവും ശക്തിയും ഉറപ്പുവരുത്താൻ ആര് അത്യാവശ്യമെന്ന് പറയുന്നത്? കാൽസ്യം അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളായ പാലുൽപ്പന്നങ്ങൾ, അതായത് തൈര്, വെണ്ണ, പിന്നെന്താണ് മത്സ്യങ്ങൾ, ഇലക്കറികൾ എന്നിവ കുട്ടിക്കാലത്ത് തന്നെ, അതായത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ധാരാളം കഴിക്കേണ്ടതുണ്ട്. കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് വിറ്റാമിൻ ഡി ആവശ്യമാണ്. അപ്പോൾ ഈ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് ആവശ്യമായത് ഏത് വൈറ്റമിനാണ് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി ആണ് കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് ആവശ്യമായ വൈറ്റമിൻ. ത്വക്കിൽ സ്വാഭാവികമായി വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സൂര്യപ്രകാശമേൽക്കുന്നതിന് ഉതകുന്ന കളികളിൽ ഏർപ്പെടാം. അപ്പോൾ നമ്മുടെ ത്വക്കിൽ വൈറ്റമിൻ ഡി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അല്ലാതെ വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാൻ പോകുന്നില്ല. നമുക്ക് എവിടെ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ? സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇനി മുട്ട, കൊഴുപ്പുള്ള മത്സ്യം. ഈ കൊഴുപ്പുള്ള മത്സ്യം എന്ന് പറയുമ്പോൾ മത്തി, അയല എന്നിവയാണ് കേട്ടോ. അപ്പോൾ മുട്ട, കൊഴുപ്പുള്ള മത്സ്യം എന്നിവ
വിറ്റാമിൻ ഡിയുടെ നല്ല ഉറവിടങ്ങളാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? വിറ്റാമിൻ ഡിയുടെ ഒരു ഉറവിടമാണ് എവിടെ? മുട്ടയും കൊഴുപ്പുള്ള മത്സ്യവും ഒക്കെ. അസ്ഥി വികാസത്തിന് പ്രോട്ടീൻ അത്യാവശ്യമായതിനാൽ ഇറച്ചി, ബീൻസ്, പയറ് തുടങ്ങിയവ ആഹാരത്തിൽ സമൃദ്ധമായി ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ എന്തൊക്കെ പ്രോത്സാഹിപ്പിക്കണം? പ്രോട്ടീൻ അത്യാവശ്യമായ ഭക്ഷണങ്ങളായ ഇറച്ചി, ബീൻസ്, പയറ് ഇവ ആഹാരത്തിൽ സമൃദ്ധമായി ഉൾപ്പെടുത്തണം. പ്രായമാകുന്നതോടെ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നത് എല്ലുകളെ കൂടുതൽ ദുർബലമാക്കുകയും ഒടിവുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പ്രായമാകുമ്പോൾ എന്താണ് നമ്മുടെ എല്ലുകൾക്കൊക്കെ ബലക്ഷയം സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലുകളൊക്കെ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് ഒടിയാൻ കാരണമാകും. അസ്ഥികളുടെ ശോഷണം തടയുന്നതിൽ പോഷകാഹാരത്തിന് നിർണായക പങ്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അസ്ഥികളെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. അതായത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത ശരീരത്തെ വളരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമൊക്കെ നമുക്കറിയാം. കണ എന്ന് പറയുന്ന രോഗമാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. പേശികൾക്കൊപ്പം അസ്ഥികളും ചേർന്ന് പ്രവർത്തിക്കുന്നതിനാലാണ് ശരീരചലനം സാധ്യമാകുന്നത്. ഇനി നമ്മുടെ പേശികൾക്കൊപ്പം എന്താണ്? അസ്ഥികളും കൂടി ചേർന്നാണ് നമ്മുടെ ശരീരചലനം സാധ്യമാക്കുന്നത്. ഇനി പേശികളും വ്യായാമവുമാണ് നമ്മൾ പറയുന്നത്. ചലനത്തിലൂടെ പേശീകോശങ്ങളുടെ സജീവത ഉറപ്പാക്കാം. അപ്പോൾ ഈ നമ്മുടെ പേശീകോശങ്ങൾ സജീവമായിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചലിക്കണം. നമ്മൾ നടക്കണം, ഓടണം, ചാടണം. എന്നാൽ മാത്രമേ നമ്മുടെ പേശികൾ നല്ല സജീവമായിട്ട് നല്ല ഊർജ്ജസ്വലതമായിട്ട് ഇരിക്കത്തുള്ളൂ. വ്യായാമം പേശികളെ ദൃഢമാക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നത്? വ്യായാമം ചെയ്യണമെന്ന് പറയുന്നത്. വ്യായാമം ശരീരത്തിന് ഏതെല്ലാം രീതിയിൽ പ്രയോജനപ്പെടുന്നു എന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശരീരഭാഗം, വ്യായാമത്തിൻ്റെ പ്രയോജനം ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ശ്വാസകോശങ്ങൾ. അപ്പോൾ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശ്വാസകോശങ്ങളുടെ വ്യായാമത്തിൻ്റെ പ്രയോജനം എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു, വാതക വിനിമയം കാര്യക്ഷമമാകുന്നു. അപ്പോൾ നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് വ്യായാമം കിട്ടുന്നതിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വൈറ്റൽ കപ്പാസിറ്റി കൂടും, വാതക വിനിമയം കാര്യക്ഷമമാകുന്നു. ഇനി കൈകാലുകൾ. അപ്പോൾ കൈകാലുകൾ വ്യായാമം ചെയ്യുന്നതിലൂടെയുള്ള പ്രയോജനം എന്താണ്? നമ്മുടെ കൈയിലെയും കാലിലെയും പേശികളുടെ ക്ഷമത വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ കളികൾ പോലെയുള്ള വ്യായാമങ്ങൾ വഴി നമ്മുടെ കായികക്ഷമത വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് കൈകാലുകൾ തമ്മിലുള്ള വ്യായാമത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി പേശികൾ, അസ്ഥികൾ. പേശികൾ എന്താണ്? പേശികളിൽ കൂടുതൽ രക്തലോമികകൾ രൂപപ്പെടുന്നത് വ്യായാമത്തിലൂടെയാണ്. അപ്പോൾ നമ്മുടെ പേശികൾ വ്യായാമം ചെയ്യുമ്പോൾ പേശികളിൽ കൂടുതൽ രക്തലോമികകൾ രൂപപ്പെടുന്നു. അതുപോലെ പേശികളുടെ ക്ഷമത വർദ്ധിക്കുന്നു. പിന്നെന്താണ്? നമ്മുടെ അസ്ഥികൾക്ക് ക്ഷമത വർദ്ധിക്കുന്നു. അസ്ഥികളുടെ വ്യായാമം നമ്മൾ ചെയ്യുമ്പോൾ കായിക ക്ഷമത വർദ്ധിക്കുന്നു. ഇനി ഹൃദയവും രക്തക്കുഴലുകളും എങ്ങനെയാണ് വ്യായാമം ചെയ്യുമ്പോഴുള്ള പ്രയോജനം? നമ്മുടെ ഹൃദയപേശികൾ എങ്ങനെയാണ്? ദൃഢമാകും, കൂടുതൽ ദൃഢമാകുന്നു. അതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം എന്ത് ചെയ്യും? രക്തക്കുഴലുകളിലൂടെ സാധ്യമാകുന്നു. അതുപോലെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കുന്നത് എന്തിലൂടെയാണ്? വ്യായാമത്തിലൂടെയാണ്. അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വിയർക്കും. ഈ വിയർപ്പിലൂടെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. അതുപോലെ തന്നെ ഇവയെല്ലാം നമ്മുടെ വ്യായാമത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക? വ്യായാമം പതിവാക്കുക. ഇനി ഇവിടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? നമ്മൾ പറഞ്ഞു നമ്മുടെ ഹൃദയപേശികൾ അല്ലെങ്കിൽ ശ്വാസകോശത്തിലെ വ്യായാമത്തിൻ്റെ പ്രയോജനം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു എന്ന് പറഞ്ഞു. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വായുവിൻ്റെ ആകെ അളവാണ്
വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ശക്തമായിട്ട് ഗാഢമായി ഇങ്ങനെ ഉച്ഛ്വസിക്കുന്നു, എന്നിട്ട് ശക്തമായി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വായു പുറത്തോട്ട് വിടുന്നു. അപ്പോൾ അങ്ങനെ പുറത്തു പോകുന്ന വായുവിൻ്റെ ആകെ അളവിനെ നമ്മൾ എന്തെന്ന് പറയും? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നു. ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് ഈ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി വ്യക്തിയുടെ ശ്വസനാരോഗ്യത്തിൻ്റെ അളവ് കൂടിയാണിത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ശ്വസനാരോഗ്യത്തിൻ്റെ അളവ് കൂടിയാണ് എന്തെന്ന് പറയുന്നത്? അയാളുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് പുരുഷന്മാരിൽ ഏകദേശം 4.5 ലിറ്ററും സ്ത്രീകളിൽ 3 ലിറ്ററുമാണ്. അപ്പോൾ പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? 4.5 ലിറ്ററാണ്. അതുപോലെ സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി ചോദിച്ചാൽ 3 ലിറ്ററാണ്. അപ്പോൾ ഇതാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ സൂചനയാകാം. അപ്പം നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കുറയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ശ്വാസകോശ സംബന്ധമായ ശ്വാസം മുട്ട്, ശ്വാസതടസ്സം എന്ന് പറഞ്ഞ കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഏതിലൂടെയാണ്? ഈ വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ്. ഇനി നമ്മുടെ അസ്ഥികളുടെയും പേശികളുടെയും തകരാറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വിശ്രമമില്ലാതെയുള്ള അമിതമായ പേശി പ്രവർത്തനം പേശികളെ ദോഷകരമായി ബാധിക്കുന്നു. ഒരാൾ നിർത്താതെ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിർത്താതെയുള്ള അമിതമായ പേശി പ്രവർത്തനം പേശികളെ ദോഷകരമായിട്ട് ബാധിക്കും. പേശികളെ പോലെ അസ്ഥികൾക്കും പരിക്കുകൾ സംഭവിക്കാം. അപ്പോൾ നമ്മുടെ പേശികളെ പോലെ നമുക്ക് നമ്മുടെ അസ്ഥികൾക്കും പേശികൾക്കും ഒക്കെ എന്ത് സംഭവിക്കാം? പരിക്കുകൾ സംഭവിക്കാം. ഇനി ഇവിടെ നോക്കിയേ, ഓസ്റ്റിയോപൊറോസിസ്. എന്താണ് ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 അസ്ഥികൾ തന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് നമ്മുടെ ശരിയായിട്ടുള്ള അസ്ഥി. ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഈ അസ്ഥിയിൽ എന്താ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ കാണാം. ഈ കറുത്ത കുത്തുകൾ എന്ന് പറയുന്നത് ഈ അസ്ഥിയിൽ വന്നിരിക്കുന്ന സുഷിരങ്ങളാണ്. അപ്പോൾ ഈ അസ്ഥി എന്ത് ചെയ്യുന്നു? അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും അവിടെ സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓസ്റ്റിയോപൊറോസിസ്. ഇനി പ്രോട്ടീൻ, അതുപോലെ കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവം മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം, അതുപോലെ കാൽസ്യത്തിൻ്റെ അഭാവം, പ്രോട്ടീൻ്റെ അഭാവം മൂലമൊക്കെ ഉണ്ടാകുന്നൊരു രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ രണ്ടാമത് പറയുന്നത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. എന്താണ് ഈ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ? ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ ചിലരിൽ തരുണാസ്ഥിയെയും സൈനോവിയൽ സ്തരത്തെയും നശിപ്പിച്ചേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മുടെ അസ്ഥിയുടെ പുറമേയുള്ള ഒരു ഭാഗമാണ്, ആ ഒരു പുറമേയുള്ള ഒരു അസ്ഥിയാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. ഈ തരുണാസ്ഥിയെയും സൈനോവിയൽ സ്ഥലത്തെയും എന്ത് നശിപ്പിക്കുന്നു? ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ നശിപ്പിക്കും. ചിലർക്ക് ചിലപ്പോൾ തരുണാസ്ഥിയും പിന്നെ സൈനോവിയൽ സ്ഥലമൊക്കെ വളരെ പ്രതിരോധ ശക്തി കുറഞ്ഞതായിരിക്കാം. ഇത് സന്ധികളിൽ അസഹ്യമായ വേദനയും നീർവീക്കവും ഉണ്ടാകുന്നു. ഇത് കാരണം നമ്മുടെ സന്ധിയിൽ എന്ത് ചെയ്യുന്നു? അസഹ്യമായ വേദനയുണ്ടാകുന്നു, അതുപോലെ നീർവീക്കമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ വൈകല്യം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള സന്ധി. ഇതിൽ എന്ത് ചെയ്യുന്നു? ഈ സന്ധിയുടെ ആ ഒരു തരുണാസ്ഥിയിൽ കുറച്ച് നീർവീക്കം ഉണ്ടാകുന്നു. ഇതുപോലെ വരും. ആ നീർവീക്കം പിന്നെന്ത് ചെയ്യുന്നു? നമ്മുടെ തരുണാസ്ഥിയെയും ആ സൈനോവിയൽ സ്തരത്തെയും ബാധിക്കുന്നു. ഇവിടെയല്ലേ നമ്മുടെ സൈനോവിയൽ സ്തരം, ഈ സന്ധി ഇത് ഇനി എങ്ങനെ ബാധിക്കുന്നു? അങ്ങനെ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പേശീക്ഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥ, പേശികൾ ദുർബലമാകുന്നു,
സാധാരണയായി ആൺകുട്ടികളിലാണ് ഈ ഒരു പേശീക്ഷയം കാണപ്പെടുന്നത്. ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്. അപ്പോൾ പേശീക്ഷയം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ് പേശീക്ഷയം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന പേശികൾ എന്ത് ചെയ്യുന്നു? ദുർബലമാകുന്നു. ഈ പേശീക്ഷയം സംഭവിക്കുന്നത് സാധാരണ ആരിലാണ്? ആൺകുട്ടികളിലാണ് കാണപ്പെടുന്നത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് ഇത് സ്ത്രീകളിലാണെന്നൊക്കെ തരാം. അപ്പോൾ എന്താണ്? പേശീക്ഷയം എന്ന് പറയുന്നത് ആൺകുട്ടികളിലാണ് സാധാരണ കാണപ്പെടുന്നത്. അതിനുള്ള കാരണം എന്താണ്? ജീനുകളിലുള്ള മാറ്റമാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇനി നമ്മൾ പറയുന്നത് സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക് എന്ന് പറയും. എന്താണ് നമ്മൾ പറയാം? അയ്യോ നമ്മുടെ നടു ഉളുക്കി അല്ലെങ്കിൽ കാലുളുക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ എന്താണ്? സന്ധിയിലെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്തുണ്ടാകുന്ന പരിക്കാണ് ഉളുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഉളുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സന്ധിയിലെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റുകൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ അത് വലിയും, അതല്ലെങ്കിൽ അത് പൊട്ടും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഉളുക്ക്. ഇത് സാധാരണയായി കണങ്കാല്, കൈത്തണ്ട, കാൽമുട്ടുകൾ തുടങ്ങിയവയിലെ സന്ധികളെ ബാധിക്കുന്നു. വേദന, വീക്കം, ചതവ്, സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഉളുക്കിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ വേദന ഉണ്ടാകും, വീക്കമുണ്ടാകും, ചതവുണ്ടാകും, സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെയാണ് ഈ ഉളുക്കിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ അസ്ഥിയുടെ പുറമേ കാണുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ലിഗമെൻ്റ് എന്ന് പറയുന്നത്. ലിഗമെൻറ്റിൻ്റെ ഉള്ളിൽ ക്യാപ്സ്യൂളുണ്ട്. ക്യാപ്സ്യൂളിനുള്ളിൽ എന്തുണ്ട്? ആ ഒരു നമ്മുടെ തരണാസ്ഥി കാണപ്പെടുന്നു. അതിനുള്ളിലാണ് സൈനോവിയൽ സ്തരം. സൈനോവിയൽ സ്തരത്തിനുള്ളിൽ എന്തുണ്ട്? സൈനോവിയൽ ദ്രവമുണ്ട്. അതിനുമുള്ളിലാണ് നമ്മുടെ അസ്ഥി ഇരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേശികളെ ബാധിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങളും അതിൻ്റെ കാരണവും ലക്ഷണവും നമ്മൾ പറഞ്ഞതാണ്. ഇവയൊക്കെ എന്താണ്? ഓസ്റ്റിയോപൊറോസിസ് പറഞ്ഞു. അതുപോലെ പേശികളെ ബാധിക്കുന്ന രോഗം സന്ധിവാതം പറഞ്ഞു, അല്ലെങ്കിൽ റുമാറ്റിക് ആർത്രൈറ്റിസ് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്? സ്പ്രൈൻ അല്ലെങ്കിൽ ഉളുക്കിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ പേശീക്ഷയം, ഇതൊക്കെ എന്താണ്? വിവിധ തരത്തിലുള്ള രോഗങ്ങളാണ്, പേശികളെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇനി നമ്മൾ ഡിസ്ക് തെറ്റൽ നമ്മൾ പറഞ്ഞു. ഡിസ്ക് തെറ്റി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? എന്താണ് ഈ ഡിസ്ക് തെറ്റൽ എന്ന് നോക്കാം. ശരീരത്തിന് താങ്ങ് നൽകുന്നതോടൊപ്പം സുഷുമ്നയ്ക്ക് സംരക്ഷണവും നൽകുന്ന ഭാഗമാണ് നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ നട്ടെല്ലാണ് എന്ത് ചെയ്യുന്നത്? ശരീരത്തിന് താങ്ങ് നൽകുന്നു, ഒപ്പം എന്താണ്? നമ്മുടെ സുഷുമ്നയ്ക്ക് സംരക്ഷണം നൽകുന്നതും നമ്മുടെ നട്ടെല്ലാണ്. നട്ടെല്ലിലുള്ള ഓരോ അസ്ഥിയെയും കശേരു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇവയാണ് എന്താണ്? കശേരുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ നട്ടെല്ലാണ്, ഇതാണ് നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കാണപ്പെടുന്ന ഓരോ അസ്ഥിയെയും നമ്മൾ എന്തെന്ന് പറയുന്നു? കശേരുക്കൾ എന്നാണ് പറയുന്നത്. രണ്ട് കശേരുക്കൾക്കിടയിലെ ജെല്ല് പോലുള്ള വസ്തു നിറഞ്ഞ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന സവിശേഷ ഭാഗം കാണപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഈ രണ്ട് കശേരുക്കൾക്കിടയിലായിട്ട് ജെല്ല് പോലുള്ള വസ്തു നിറഞ്ഞ ഒരു ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന സവിശേഷ ഭാഗം കാണപ്പെടുന്നു. അപ്പോൾ രണ്ട് കശേരുക്കൾക്കിടയിലുള്ള ജെല്ല് പോലുള്ള സവിശേഷ ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത്. ഇവ നട്ടെല്ലിന് വഴക്കം നൽകുന്നതോടൊപ്പം ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പം നട്ടെല്ലിന് വഴക്കം നൽകുന്നതോടൊപ്പം ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഭാഗമാണ് ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഇനി കുനിയുക, നിവരുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മെ പര്യാപ്തമാക്കുന്നത് ഈ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്കിൻ്റെ സാന്നിധ്യമാണ്. അപ്പം നമ്മുടെ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുനിയുന്നത്, അതുപോലെ തന്നെ നിവരുന്നത് ഒക്കെ ചെയ്യുന്നത്. ശരീരഭാരത്തെ നട്ടെല്ലിലുടനീളം തുല്യമായി വിതരണം ചെയ്യുന്നതും ഈ ഡിസ്കുകളാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ശരീരഭാഗം കൂടുതൽ നമ്മൾ എന്താണ്? ഭാരം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരഭാഗത്തെ നട്ടെല്ലിനെയാണ് അത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? വിഭജിച്ച, അതായത് ഈ നട്ടെല്ലിലുടനീളം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭാരത്തെ തുല്യമായി വിതരണം ചെയ്യുന്നതും ഈ ഡിസ്കുകളാണ്.
കശേരുക്കളുടെ തേയ്മാനം, പെട്ടെന്നുള്ള ആഘാതം, നട്ടെല്ലിന് ആവർത്തിച്ചുണ്ടാകുന്ന ആയാസം എന്നിവ മൂലം വെർട്ടിബ്രൽ ഡിസ്കിൻ്റെ ഉൾഭാഗത്തെ ജെല്ല് പോലുള്ള ഭാഗം പുറത്തേക്ക് തള്ളാൻ ഇടവരും. അപ്പോൾ നമ്മുടെ ഈ ഡിസ്ക് തെറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു ആഘാതം സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കശേരുക്കൾ തേഞ്ഞു തീർന്നു, നട്ടെല്ലിന് ആവർത്തിച്ചുണ്ടാകുന്ന ആയാസം, ഇവ മൂലം നമ്മുടെ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്കിൻ്റെ ഉൾഭാഗത്തൊരു ജെല്ലുണ്ടല്ലോ, ആ ജെല്ല് പോലുള്ള ഭാഗം എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് തള്ളാനിടവരും. ഈ അവസ്ഥയ്ക്കാണ് ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്നത്. ഈ തള്ളൽ സുഷുമ്നാ നാഡികളിൽ സമ്മർദ്ദം ചെലുത്തുന്നതോടെ ശരീരഭാഗങ്ങളിൽ വേദനയും മരവിപ്പും ഉണ്ടാകും. അപ്പോൾ ഇത് ഗുരുതരമായാൽ കഠിനമായ നടുവേദന, കാലുകളിൽ ബലക്കുറവ്, സംവേദക്ഷമത നഷ്ടപ്പെടൽ എന്നിവയ്ക്കും കാരണമാകും. അടിയന്തരമായി വൈദ്യസഹായം ആവശ്യമുള്ള സാഹചര്യമാണ് ഈ ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ സ്വയം ചികിത്സ എന്താണ്? ആപത്താണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അടിയന്തരമായി വൈദ്യസഹായം തേടാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ എന്താണ് സ്ലിങ്, സ്പ്ലിൻറ്റ്, ബാൻഡേജ് എന്നിവയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ലിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കോ അല്ലെങ്കിൽ കാലിനോ ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അനങ്ങാതെ തുണി പോലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ബാൻഡേജ് കൊണ്ട് കെട്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ ഈ സ്പ്ലിൻറ്റ് ബാഗ് ഇതുപോലെ കെട്ടുന്നു. ഈ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് സ്ലിങ് എന്ന് പറയും. അപ്പോൾ ഇതാണ് സ്ലിങ് എന്ന് പറഞ്ഞാൽ. ഇനി സ്പ്ലിൻ്റ് ഉണ്ട്. സ്പ്ലിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളിലോ അല്ലെങ്കിൽ ഫ്രാക്ചർ വരുമ്പം എന്ത് ചെയ്യുന്നു? അത് രണ്ട് സൈഡിലും ഒരേപോലെ ആകുന്നതിന് വേണ്ടിയിട്ട് അപ്പുറം ഈ ഒരു സ്പ്ലിൻ്റ് പോലെ നമ്മൾ ഈ ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുന്ന കാലൊടിഞ്ഞ വ്യക്തികളെ ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പലക പോലുള്ള അല്ലെങ്കിൽ പ്ലേറ്റ് പോലുള്ള സംഭവം വെച്ചിട്ട് കെട്ടി അത് മാറിപ്പോകാതിരിക്കാൻ, അനങ്ങാതിരിക്കാൻ വേണ്ടി വെച്ച് കെട്ടും. അപ്പോൾ ആ ഒരു ഇതിന് പറയുന്നതാണ് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇരിക്കും സ്പ്ലിൻ്റ് എന്ന് പറയുന്നത്. ഇനി ബാൻഡേജ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാൻഡേജ് നമ്മൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും മുറിവോ ചതവോ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ട് കെട്ടുന്നതാണ് ബാൻഡേജ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ക്ഷതങ്ങൾക്കാണ് ബാൻഡേജ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ പ്രഥമ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. ഇനി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഈ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ? ഒടിവുകൾ, സ്ഥാനഭ്രംശങ്ങൾ, മുഴകൾ, അസ്ഥികളെ ബാധിക്കുന്ന മറ്റ് തകരാറുകൾ എന്നിവയുടെ കൃത്യമായ നിർണയത്തിന് എക്സ്റേ സാങ്കേതിക വിദ്യയാണ് ഏറെക്കാലമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊന്ന് വീണ് നമുക്ക് ഒടിവുണ്ടോ ചതവുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? എക്സ്റേ. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയുമ്പോൾ എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പോൾ എക്സ്റേ ആണ്. ഒടിവ്, സ്ഥാനഭ്രംശം, മുഴകൾ ഇതൊക്കെ കണ്ടെത്തുന്നതിന് നമ്മൾ ആദ്യകാലം മുതൽ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് എക്സ്റേ എടുക്കൽ. ഇനി അൾട്രാസൗണ്ട് സ്കാനിങ്, അതുപോലെ മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിങ്, അതായത് MRI നമ്മൾ പറയും. മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് ആണ് MRI എന്ന് പറയുന്നത്. അതുപോലെ അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്. കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഉണ്ട്, അഥവാ CT സ്കാൻ എന്ന് പറയും. കമ്പ്യൂട്ടർ ടോമോഗ്രഫിയാണ് CT സ്കാന്. അതുപോലെ ഇവയെല്ലാം വിവിധ രോഗനിർണയത്തിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകളാണ്. അപ്പോൾ നമ്മുടെ രോഗനിർണയത്തിനുള്ള ആധുനിക സാങ്കേതിക വിദ്യ ചോദിച്ചാൽ ഏതൊക്കെയാണ്? അൾട്രാസൗണ്ട് സ്കാൻ പറയാം, നമുക്ക് MRI പറയാം, അതുപോലെ CT. ഇതൊക്കെ രോഗനിർണയത്തിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകളാണ്. ഈ മേഖല മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നാണ് ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത്. ആരോഗ്യ മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇമേജിംഗ് ടെക്നോളജികളുടെ പഠനം മികച്ച തൊഴിൽ സാധ്യത നൽകുന്ന ഒന്നാണ്. ഇനി നമ്മൾ ഫോസിലുകളിലൂടെയും അതുപോലെ അസ്ഥികൂടങ്ങളിലൂടെയും ജീവപരിണാമ പാത അതാണ് നമ്മൾ നോക്കുന്നത്. ഈ അസ്ഥികളും അതിൻ്റെ പരിണാമവുമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് കാണപ്പെടുന്ന ജീവികളെല്ലാം ക്രമാനുഗതമായി പരിണമിച്ചു വന്നതാണ് എന്ന് ശാസ്ത്രീയ ആശയത്തിന് ജീവികളിലെ ചട്ടക്കൂടുകളെ പറ്റിയുള്ള പഠനം നിരവധി തെളിവുകൾ നൽകുന്നുണ്ട്.
ജെല്ലി ഫിഷ്, മണ്ണിര തുടങ്ങിയ ജീവികളിലെ ചലനത്തിന് ഹൈഡ്രോസ്കെലിറ്റൻ സഹായിക്കുന്നു. അപ്പം നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഓരോ ജീവികളുടെയും ചലന രീതി നമ്മൾ പറഞ്ഞു. അപ്പോൾ ചലനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജെല്ലി ഫിഷ്, മണ്ണിര എന്നിവയുടെ തുടങ്ങിയ ജീവികളിലെ ചലനം എന്താണ്? ഹൈഡ്രോസ്കെലിറ്റൻ ആണ് സഹായിക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ജീവികൾക്കൊപ്പം ക്രമേണ ബാഹ്യ അസ്ഥികൂടമുള്ള ഞണ്ട്, കക്ക പോലുള്ള ജീവികൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഇതിൽ നിന്നാണ് എന്താണ് നമ്മുടെ ഞണ്ട്, കക്ക പോലുള്ള ബാഹ്യ അസ്ഥികൂടമുള്ള ജീവികൾ പ്രത്യക്ഷപ്പെട്ടത്. പിൽക്കാലത്ത് ആന്തര അസ്ഥികൂടമുള്ള ജീവികൾ ഉരുത്തിരിഞ്ഞു വന്നു. പിന്നീട് എന്ത് ചെയ്തു? ആന്തര അസ്ഥികൂടമുള്ള ജീവികൾ പിന്നീട് ഉണ്ടായി. ആന്തര അസ്ഥികൂടങ്ങൾ കൂടുതലും വഴക്കവും ചലനശേഷിയും നൽകുകയും വലിപ്പമുള്ള ശരീരത്തെ താങ്ങി നിർത്തുകയും ചെയ്തു. അപ്പോൾ ഈ ആന്തര അസ്ഥികൂടത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് പ്രത്യേകത വരുന്നത്? ആന്തര അസ്ഥികൂടങ്ങൾ കൂടുതൽ വഴക്കമുള്ളവയാണ്, ചലനശേഷി നൽകുന്നവയാണ്, വലിപ്പമുള്ള ശരീരത്തെ താങ്ങി നിർത്തുന്നതാണ് ആന്തരാസ്ഥികൂടമുള്ള ജീവികൾ എന്ന് പറയുന്നത്. ഇരുകാലിലുള്ള നടത്തം ആരംഭിച്ചത് മനുഷ്യ പരിണാമത്തിലെ സുപ്രധാന ഘട്ടമാണ്. അപ്പം നമ്മൾ ഈ ഇരുകാലിലുള്ള നടത്തം ഏതാണ്? മനുഷ്യ പരിണാമത്തിലൂടെയാണ് സാധ്യമായത്. ദീർഘദൂരങ്ങളിലേക്ക് സഞ്ചരിച്ച് ഉചിതമായ വാസസ്ഥാനങ്ങൾ കണ്ടെത്തി മനുഷ്യവംശം വികസിക്കുന്നതിന് അസ്ഥിവ്യവസ്ഥയിലെ ഇത്തരം മാറ്റങ്ങൾ സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതാണ് അസ്ഥികളുടെ പരിണാമത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ മനുഷ്യർ എവിടെ നിന്നാണ് വരുന്നത്? വംശനാശം സംഭവിച്ച ഹോമിനിനുകളുമായി നമ്മൾക്ക് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, അസ്ഥികളിൽ നിന്ന് ജീവചരിത്രം. അപ്പോൾ നമ്മുടെ അസ്ഥികളിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ സോൻഡോ പാബോയെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് അറിയാം. അപ്പോൾ ആരാണ് ഈ സോൻഡോ പാബോ? 2022 വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച മനുഷ്യനാണ് സോൻഡോ പാബോ എന്ന് പറയുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിയിലെ ജീവന്റെ വൈവിധ്യം രൂപപ്പെട്ടതിനെക്കുറിച്ച് സമഗ്രമായ വിശദീകരണം നൽകുന്ന ശാസ്ത്ര ആശയമാണ് ജീവപരിണാമം എന്ന് പറയുന്നത്. ജനിതകശാസ്ത്രം, ഭ്രൂണശാസ്ത്രം, പാലിയന്റോളജി അഥവാ ഫോസിൽ പഠനം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ധാരാളം തെളിവുകളിലൂടെയാണ് ജീവപരിണാമ ചിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ജീവപരിണാമം എന്ന് പറയുന്നത് വളരെയേറെ, അതായത് നമ്മുടെ ജനിതകശാസ്ത്രം, ഭ്രൂണശാസ്ത്രം, പാലിയന്റോളജി ഇതൊക്കെ എന്താണ് പഠനത്തിലൂടെ തുടങ്ങിയ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെളിവുകളിലൂടെയാണ് നമ്മുടെ ജീവപരിണാമ ചിത്രം എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നത്. ഫോസിലുകളുടെ പഠനം ഭൂതകാലത്തിലേക്ക് വെളിച്ചം വീശുന്ന ഫലവത്തായ പഠന മാർഗമാണ്. ലളിതമായ ബാക്ടീരിയ മുതൽ സങ്കീർണ ഘടനയുള്ള ദിനോസറുകളും സസ്തനികളും ഉൾപ്പെടെയുള്ളവയുടെ ഫോസിലുകളുടെ പഠനം ജീവന്റെ ചലനാത്മക സ്വഭാവത്തിൻ്റെ കഥ പറയുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും പരിണാമപരമായ പരസ്പര ബന്ധത്തെ അനുമാനത്തിനു, ഊഹാപോഹത്തിനു പകരം നിരീക്ഷണം, തെളിവുകൾ, ശാസ്ത്രീയ വിശകലനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ ഫോസിലുകൾ അടക്കമുള്ള പഠനം സഹായിക്കും. പ്രകൃതിയുടെ നിഗൂഢതകൾ അനാവരണം ചെയ്യുന്നതിൽ ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ പ്രാധാന്യവും തെളിവുകളെ അടിസ്ഥാനമാക്കി നിഗമനങ്ങൾ രൂപപ്പെടുന്നതിൽ ശാസ്ത്രത്തിൻ്റെ പങ്കും തിരിച്ചറിയാൻ ജീവപരിണാമ പ്രക്രിയ സഹായിക്കുന്നു. പുരാതനമായ അസ്ഥികഷണത്തിൽ നിന്ന് DNA വേർതിരിച്ചെടുത്ത് വിശകലനം ചെയ്തതിലൂടെ മനുഷ്യ പൂർവിക ജീവികളും ആധുനിക മനുഷ്യരും തമ്മിലുള്ള ജനിതക സാമ്യ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള നിർണായക കണ്ടെത്തലുകളാണ് സോൻഡേ പാബോ എന്ന സ്വീഡിഷ് പരിണാമ ജനിതക ശാസ്ത്രജ്ഞൻ നടത്തിയത്. അപ്പോൾ ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? സോൻഡേ പാബോ സ്വീഡിഷ്കാരനാണ്. ഇദ്ദേഹം നടത്തിയത് എന്താ പരീക്ഷണമാണ് ഇദ്ദേഹം നടത്തിയത്? പുരാതനമായ അസ്ഥികഷണത്തിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? DNA വേർതിരിച്ചെടുത്ത് വിശകലനം ചെയ്തതിലൂടെ മനുഷ്യ പൂർവിക ജീവികളും ആധുനിക മനുഷ്യരും തമ്മിലുള്ള ജനിതക വ്യത്യാസത്തെക്കുറിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ് സോൻഡേ പാബോ എന്ന് പറയുന്നത്. അദ്ദേഹം സ്വീഡിഷ് ജനിതക ശാസ്ത്രജ്ഞനാണ്. അതുപോലെ ഫോസിലുകളിൽ നിന്ന് DNA വീണ്ടെടുക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പാലിയോജീനോമിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറയിട്ടത്. അപ്പോൾ സോൻഡോ പാബോ അടിത്തറയിട്ട ആ ഒരു ശാസ്ത്രശാഖയുടെ പേരാണ് പാലിയോജീനോമിക്സ്. അപ്പോൾ പാലിയോജീനോമിക്സ് ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ സോൻഡോ പാബോയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് പാലിയോജീനോമിക്സ്. ചിലപ്പോൾ ഇത്
പേരും പഠിക്കൊക്കെ ചോദിക്കാം. എന്താണ് പാലിയോ ജീനോമിക്സ് ആരുടെ ദാസോൻ്റെ പാബയാണ്. അദ്ദേഹം പരിണാമ ജനിതക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഫോസിലുകളിൽ നിന്ന് DNA വീണ്ടെടുക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള ആധുനിക സാങ്കേതിക വിദ്യയിലൂടെയാണ് ഈ പാലിയോ ജീനോമിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് ആരടിത്തറയിട്ടത്? നമ്മുടെ സോൻഡോ പാബോ അടിത്തറയിട്ടത്. വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെ ജീനോമിനെ കുറിച്ചും മനുഷ്യ പരിണാമത്തെക്കുറിച്ചുമുള്ള നൂതന കണ്ടെത്തലിന് 2022 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്തിനാ 2022 നൊബേൽ സമ്മാനം ലഭിച്ചത് എന്ന് ഇതിപ്പോൾ നമ്മുടെ SCERT തന്നിരിക്കുന്നത് കൊണ്ട് ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എന്താണ് നമ്മുടെ വംശനാശം സംഭവിച്ച ഹൊമിനിനുകളുടെ ജീനോമിനെ കുറിച്ചും മനുഷ്യ പരിണാമത്തെക്കുറിച്ചുമുള്ള നൂതന കണ്ടെത്തലിനാണ് 2022 സോൻഡോ പാബയ്ക്ക് എന്ത് കിട്ടിയത്? വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം മനുഷ്യനിലെ ചലനമാണ് പറഞ്ഞതെങ്കിൽ ഇനി നമ്മൾ സസ്യങ്ങളിലെ ചലനത്തിലോട്ടാണ് പോകുന്നത്. മൂവ്മെൻറ്റ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ജന്തുക്കളിൽ മാത്രമല്ല സസ്യങ്ങളിലും എന്താണ് ചലനമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഉദ്ദീപനങ്ങൾക്കനുസരിച്ചാണ് സസ്യചലനങ്ങൾ നടക്കുന്നത്. അപ്പോൾ സസ്യചലനങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്? ഉദ്ദീപനങ്ങൾക്കനുസരിച്ചാണ്. ജീവജാലങ്ങളിൽ പ്രതികരണത്തിന് കാരണമാകുന്ന ആന്തരികമോ ബാഹ്യമോ ആയ പ്രേരണയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉദ്ദീപനം എന്ന് പറയുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിൽ ഉദ്ദീപനം എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് ബയോളജിയിലെ. പ്രകാശം, ജലം, ഭൂഗുരുത്വം, സ്പർശം, രാസവസ്തുക്കൾ മുതലായ സസ്യചലനത്തിനിടയാക്കുന്ന ഉദ്ദീപനങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഉദ്ദീപനങ്ങൾക്കനുസരിച്ചാണ് സസ്യചലനം നടക്കുന്നതെന്ന് പറഞ്ഞു. ജീവജാലങ്ങളിൽ പ്രതികരണത്തിന് കാരണമാകുന്ന ആന്തരികമോ ബാഹ്യമോ ആയ പ്രേരണയാണ് ഉദ്ദീപനം. പ്രകാശം വഴി, ജലം വഴി, അതുപോലെ ഭൂഗുരുത്വം, സ്പർശം, രാസവസ്തുക്കൾ മുതലായവ സസ്യചലനത്തിനിടയാക്കുന്ന ഉദ്ദീപനങ്ങളാണ്. സസ്യചലനം. അപ്പോൾ ഈ സസ്യചലനത്തെ നമ്മൾ പ്രധാനമായിട്ടും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ട്രോപ്പിക ചലനവും നാസ്തിക ചലനവും. അപ്പോൾ എന്താണ് ട്രോപ്പിക് ചലനം എന്ന് പറഞ്ഞാൽ? ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ചുള്ള ചലനത്തെയാണ് ട്രോപ്പിക ചലനം എന്ന് പറയുന്നത്. നാസ്തിക ചലനം എന്ന് പറഞ്ഞാൽ ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ചല്ലാതെയുള്ള ചലനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? നാസ്തിക ചലനം എന്ന് പറയുന്നു. ഇനി ഇവിടെ നമ്മൾ സസ്യങ്ങളുടെ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ചലനം ഉദ്ദീപന ദിശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ പ്രകാശ ട്രോപ്പിക ചലനം, ഭൂഗുരുത്വ ട്രോപ്പിക ചലനം, ജല ട്രോപ്പിക ചലനം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ട്രോപ്പിക ചലനങ്ങളാണുള്ളത്. അപ്പോൾ നമ്മളത് ഓരോന്നും നോക്കുകയാണ്. ഈ ട്രോപ്പിക ചലനങ്ങളിൽ നമുക്ക് നോക്കാം. സസ്യചലനങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദീപനം എവിടേക്കാണ്? ഉദ്ദീപന ദിശ തന്നിട്ടുണ്ട്. കാണ്ഡത്തിൻ്റെ ചലനദിശ എങ്ങനെയാണ്? വേരിൻ്റെ ചലനദിശ എങ്ങനെയാണ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രോപ്പിക ചലനങ്ങൾ ആദ്യം പറയാം. ഒന്നാമത്തേത് പ്രകാശ ട്രോപ്പിക ചലനം. പ്രകാശ ട്രോപ്പിക ചലനത്തിൽ ഉദ്ദീപനം എന്ന് പറയുന്നത് ഏതിനനുസരിച്ചായാലും പ്രകാശത്തിനനുസരിച്ചിട്ടായിരിക്കും ഉദ്ദീപനം നടക്കുന്നത്. ഇനി ഇവിടെ പ്രകാശ ട്രോപ്പിക ചലനത്തിൽ കാണ്ഡത്തിൻ്റെ ചലനദിശ എങ്ങനെയായിരിക്കും? കാണ്ഡത്തിൻ്റെ ചലനദിശ പ്രകാശത്തിന് നേരെയായിരിക്കും. അപ്പോൾ കാണ്ഡം എങ്ങനെയാണ്? പ്രകാശത്തിന് നേരെയാണ് കാണ്ഡത്തിൻ്റെ ചലനദിശ വരുന്നത്. ഇനി വേരിൻ്റെ ചലനദിശ എങ്ങനെയായിരിക്കും? വേരുകൾ നമ്മുടെ വേര് പ്രകാശത്തിൻ്റെ എതിർദിശയിലായിരിക്കും വളരുന്നത്. അപ്പോൾ എതിർദിശയിലാണ് വേരിൻ്റെ ദിശ, എതിർദിശയിലും കാണ്ഡത്തിൻ്റെ ദിശ എങ്ങനെയായിരിക്കും? ചലനദിശയ്ക്ക് അതായത് പ്രകാശത്തിൻ്റെ ദിശ ഏതാണോ അവിടെയായിരിക്കും കാണ്ഡത്തിൻ്റെ ചലനദിശ. അതായത് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? പ്രകാശം വരുന്നതിനനുസരിച്ച് കാണ്ഡം അതേ ലെവലിലോട്ട് വളഞ്ഞു പോകുന്നു. ഇനി അതിൻ്റെ വേരെങ്ങോട്ടായിരിക്കും? എതിർദിശയിലാണല്ലോ, പ്രകാശത്തിന് എതിർദിശയിലായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത്? പ്രകാശ ട്രോപ്പിക ചലനം എന്ന് പറയുന്നത്. ഇനി ഭൂഗുരുത്വ ട്രോപ്പിക ചലനം ചോദിച്ചാൽ എങ്ങനെയാണ്? ഭൂഗുരുത്വ ട്രോപ്പിക ചലനം എന്ന് പറയുന്നത് ഭൂഗുരുത്വത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചലനമാണ് ഭൂഗുരുത്വ ട്രോപ്പിക ചലനം എന്ന് പറയുന്നത്. ഇവിടെ കാണ്ഡത്തിൻ്റെ ചലനദിശ ഭൂഗുരുത്വ ട്രോപ്പിക ദിശയിൽ കാണ്ഡം എങ്ങനെയായിരിക്കും? കാണ്ഡം ഭൂഗുരുത്വ ബലത്തിനെതിരായിട്ടാണ് വളരുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? ഭൂഗുരുത്വ ബലം. ഇവിടെ ഇങ്ങോട്ട് താഴോട്ടാണല്ലോ ഭൂഗുരുത്വം ഉണ്ടാകുന്നത്, പക്ഷേ ഇതിനെതിരായിട്ടോട്ടാണ് എന്ത് വളരുന്നത്?
വളരുന്നത്? കാണ്ഡം വളരുന്നത്. ഇതാ കാണ്ഡത്തിൻ്റെ ഭൂഗുരുത്വത്തിന് എതിരായിട്ട് കാണ്ഡം വളരുന്നു. ഇനി ഇവിടെ വേരിൻ്റെ ചലനദിശ എങ്ങനെയാണ്? വേര് നമ്മുടെ ഭൂഗുരുത്വ ബലത്തിന് നേരെയാണ് വളരുന്നത്. അപ്പോൾ ഭൂഗുരുത്വ ട്രോപ്പിക ചലനത്തിൽ എങ്ങനെയാണ്? കാണ്ഡം ഭൂഗുരുത്വ ട്രോപ്പിക ചലനത്തിന് എതിർദിശയിലും വേര് ഭൂഗുരുത്വ ട്രോപ്പിക ചലനത്തിന് നേർദിശയിലും ആയിരിക്കും, നേരെയും ആയിരിക്കും. ഇനി ജലട്രോപ്പിക ചലനം പറയുകയാണെങ്കിൽ കാണ്ഡത്തിൻ്റെ ചലനദിശ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ കാണ്ഡം ജലത്തിൻ്റെ എതിർദിശയിലാണ് വളരുന്നത്. അപ്പോൾ കാണ്ഡം എങ്ങനെയാണ്? ഇവിടെ ജലട്രോപ്പിക ചലനമാണ്. ഇവിടെ കാണ്ഡം ജലത്തിൻ്റെ എതിർദിശയിൽ വളരുന്നു. ഇനി ഇതിൻ്റെ വേരെങ്ങനെയായിരിക്കും? വേര് എങ്ങനെയാണ്? ജലത്തിൻ്റെ നേരെ ആയിരിക്കും അല്ലേ? വേരുകൾ ജലത്തിനടുത്തേക്കായിരിക്കും വളരുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ട്രോപ്പിക ചലനം, വ്യത്യസ്ത രീതിയിലുള്ള ട്രോപ്പിക ചലനം എന്ന് പറയുന്നത്. ഇനി സ്പർശ ട്രോപ്പിക ചലനമുണ്ട്, രാസ ട്രോപ്പിക ചലനമുണ്ട്. അപ്പോൾ എന്താണ് സ്പർശ ട്രോപ്പിക ചലനം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരു വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നു. അത് എന്തിന് ഉദാഹരണമാണ്? സ്പർശ ട്രോപ്പിക ചലനത്തിന് ഉദാഹരണമാണ്. ഇതാ ഇവിടെ ഒരു വള്ളിച്ചെടി തന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് ആ ഒരു താങ്ങിനെ ചുറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഈ വള്ളിച്ചെടി വളരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്പർശ ട്രോപ്പിക ചലനം എന്ന് പറയുന്നത്. ഇനി രാസ ട്രോപ്പിക ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഇതൊരു അണ്ഡാശയമാണ്. അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ഡാശയത്തിനടുത്തേക്ക് വളരാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് രാസട്രോപ്പിക ചലനം എന്ന് പറയുന്നത്. അപ്പോൾ രാസട്രോപ്പിക ചലനം എന്താണ്? അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ, അപ്പോൾ ഇതാണ് പരാഗനാളി എന്ന് പറയുന്നത്. ഈ പരാഗനാളിയെ എന്ത് ചെയ്യുന്നു? അണ്ഡാശയത്തിനടുത്തേക്ക് വളരാൻ സഹായിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് മറ്റ് ട്രോപ്പിക ചലനങ്ങളെന്ന് പറയുന്നത്. ഇനി ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പെട്ടിയിൽ മരപ്പടി, ഇത് കുട്ടികൾക്കുള്ള വർക്കുകളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. ഇനി വിലയിരുത്താം എന്നത് നോക്കാം നമുക്ക്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഓരോന്നിലും ഉൾപ്പെടുന്ന സസ്യചലനം ഏതെന്ന് കണ്ടെത്തി എഴുതാനായിട്ടാണ് തന്നിരിക്കുന്നത്. പയറ് ചെടി താങ്ങിൽ ചുറ്റി വളരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ പയറ് ചെടി താങ്ങിൽ ചുറ്റി വളരുന്നു, അല്ലെങ്കിൽ സസ്യങ്ങൾ താങ്ങിൽ ചുറ്റി വളരുന്നു എന്തിനുദാഹരണമാണ്? സ്പർശ ട്രോപ്പിക ചലനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ അത് സ്പർശ ട്രോപ്പിക ചലനമാണ്, സ്പർശ ട്രോപ്പിക ചലനം. ഇനി പുഴയുടെ തീരത്തുള്ള തെങ്ങ് പുഴയിലേക്ക് ചരിഞ്ഞ് വളരുന്നു. എന്താണ്? ജലട്രോപ്പിക ചലനമാണ്. പുഴയുടെ തീരത്തുള്ള തെങ്ങ് എന്ത് ചെയ്യുന്നു? പുഴയിലേക്ക് ചരിഞ്ഞ് വളരുന്നത് ജലട്രോപ്പിക ചലനമാണ്. പരാഗനാളി അണ്ഡാശയത്തിലേക്ക് വളരുന്നു. അത് എന്താണ്? അത് രാസട്രോപ്പിക ചലനമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ കൂമ്പുന്നതും എന്താണ്? ട്രോപ്പിക ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സസ്യചലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഠം ഇത്രയാണ് ഉള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? എക്സ്, വൈ, സെഡ് എന്നിങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്ന അസ്ഥിസന്ധികളുടെ ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ശരിയായി വരുന്ന ഉത്തരം തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് എക്സ്, വൈ, ഇസഡ്. അപ്പോൾ ഇതിൽ എന്താണ് 4 ആൻസർ എ, ബി, സി, ഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആൻസറായിട്ട് വരുന്ന ഏതാണ്? നമുക്കറിയാം അപ്പോൾ ഇതിൽ ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് ഇത് നമ്മൾ പഠിച്ചായിരുന്നു. ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ് ഇത് തന്നിരിക്കുന്നത്. ഇത് വിജാഗിരി സന്ധി, ഇത് കീലസന്ധി. അപ്പോൾ എന്താണ് ആൻസർ? ഏതാണ് വരുന്നത്? സി ആണ് വരുന്നത്. തെന്നി നീങ്ങുന്ന സന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി, ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇവിടെ 5ാമതൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അസ്ഥി, പേശി എന്നിവയ്ക്കുണ്ടാകുന്ന തകരാറുകൾ കോളം 1-ലും
അവയ്ക്കുള്ള കാരണം കോളം 2-ലും നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് ശരിയായ ജോഡികൾ ഉൾപ്പെടുന്ന ഉത്തരം തിരഞ്ഞെടുക്കാനായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോളം 1, കോളം 2 ഇതിൽ ഓരോന്നിലും ഓരോരോ അസുഖങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവ എന്ത് കാരണം കൊണ്ടാണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉളുക്ക്, ഇവിടെ എന്തൊക്കെയാണ് ഉളുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓസ്റ്റിയോപൊറോസിസ്, റുമറ്റോയിഡ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, പേശീക്ഷയം. അപ്പോൾ ഇത് ഓരോന്നിനും കാരണം കോളം 2-ൽ പറഞ്ഞിരിക്കുന്നത് പ്രതിരോധ ശക്തി നൽകുന്ന കോശങ്ങൾ, തരുണാസ്ഥിയിൽ ഉണ്ടാക്കുന്ന നാശം, ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റം, ലിഗമെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതിനാൽ പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവം. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെ മൂലമാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഉളുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ലിഗമെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതിനാൽ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാകുന്നതാണ് ഉളുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തേത് 3 1 ലിഗമെന്റുകൾ പൊട്ടുകയോ വലിയുകയോ ചെയ്യുന്നത് കൊണ്ടുള്ളതാണ് ഉളുക്ക്. ഇനി എന്താണ് ഓസ്റ്റിയോപൊറോസിസ്? ഓസ്റ്റിയോപൊറോസിസ് നമുക്കറിയാം പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ് ഓസ്റ്റിയോപൊറോസിസ്. ഇനി റുമറ്റോയിഡ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്താണ്? പ്രതിരോധ ശക്തി നൽകുന്ന കോശങ്ങൾ, തരുണാസ്ഥിയിൽ ഉണ്ടാക്കുന്ന നാശമാണ് എന്ത് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പേശീക്ഷയം എന്ന് പറഞ്ഞാൽ ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പേശീക്ഷയം. അപ്പോൾ ഇവിടെ ഉത്തരം നമുക്ക് ഏതാണ്? ഈ ഉത്തരം ആയിട്ട് വരുന്നത് ഡി ആണ്. ഇവിടെ എന്താണ് ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നത്? ഡി. ഇതാണ് ആൻസർ. ഇനി ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചിത്രം ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എയിൽ പറഞ്ഞിരിക്കുന്നു ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് അസ്ഥികൾക്കിടയിലുള്ള ദ്രാവകം. നമുക്കറിയാം അസ്ഥികൾക്കിടയിലുള്ള ദ്രാവകമാണ് സൈനോവിയൽ ദ്രാവകം എന്ന് പറയുന്നത്. സൈനോവിയൽ ദ്രാവകം. കർഷണം കുറയ്ക്കാൻ അസ്ഥികളുടെ അഗ്രഭാഗത്ത് കാണുന്ന ഭാഗം ഏതാണ്? തരുണാസ്ഥി. അതുപോലെ എന്താണ് നമ്മുടെ സൈനോവിയൽ സ്തരവും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കർഷണം കുറയ്ക്കാനായിട്ട് ഉള്ളതാണ്. ഇനി ചിത്രത്തിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം തിരിച്ചറിഞ്ഞ് അതിൻ്റെ ധർമ്മം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ആ ഒരു ഭാഗമാണ് നമ്മുടെ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? നമ്മുടെ അസ്ഥിയുടെ പുറമേ ഉള്ള ഈ ഒരു ഭാഗമാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ലിഗമെന്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.